പാരമ്പര്യ നാഡീ ചികിത്സയിലൂടെ രോഗികൾക്ക് ആശ്വാസമേകുന്ന ഒരു കൊച്ചു ഡോക്ടറുണ്ട് തിരുവനന്തപുരം വെള്ളറട സ്വദേശി വിവേകാണ് ആ മിടുക്കനായ കൊച്ചു ഡോക്ടർ. പാരമ്പര്യമായി ലഭിച്ച കഴിവിനൊപ്പം ശാസ്ത്രീയമായ അറിവുകൾ കൂടി തേടിയാണ് ഇദ്ദേഹം രോഗികൾക്ക് ആശ്വാസമാകുന്നത്. മലയോര ഗ്രാമമായ വെള്ളറടയിലെ പാരമ്പര്യ നാഡീ ചികിത്സാ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അഗസ്ത്യനാഡി പാരമ്പര്യ വൈദ്യശാല. കേരളത്തിലെ അടക്കം വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾക്ക് ആശ്വാസമാവുകയാണ് ഈ വൈദ്യശാലയും ഇവിടുത്തെ കൊച്ചു ഡോക്ടറും. രണ്ട് രീതിയിലുള്ള ചികിത്സയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ആജീവനാന്തകാലം മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കി നമുക്ക് ഒരു സാധാരണ രീതിയിലോട്ട് ആൾക്കാരെ നയിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും, വേറെ ഒന്ന് ഈ സർജറി പരമാവധി ഒഴിവാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് ഈ പൗരാണിക ചികിത്സയിൽ നിന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത്. അതായത് നമ്മൾ ഈ ഷുഗറിൻ്റെ ചികിത്സ ആയിക്കോട്ടെ, അതൊരു നാഡീ രോഗമായിട്ടാണ് നമ്മുടെ അഗസ്ത്യമുനി കണക്കാക്കുന്നത്. അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി മുതലായ നരമ്പ് മണ്ഡലം ബാധിക്കുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ അനേകം ആൾക്കാർക്ക് ഇൻസുലിൻ ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ത്വക്ക് രോഗം, സോറിയാസിസ്, പിന്നെ ഈ വെള്ളപ്പാണ്ടിൻ്റെ ഈ മുടി കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ, ഇത്തരം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വെരിക്കോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്കിൻ്റെ ബുദ്ധിമുട്ട്, ഡിസ്ക് ബൾജിങ്, സ്കോലിയോസിസ് മുതലായ പ്രശ്നങ്ങൾക്കും നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ ഗർഭാശയ രോഗങ്ങൾക്കും, PCOD, പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്, ഇത്തരം പ്രശ്നങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ശങ്കരൻ വൈദ്യർ, വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ തലമുറയിലുള്ള എൻ്റെ അച്ഛൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആറാട്ടുകുഴി ശശിവേദൻ വൈദ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് കൈനാടി നോക്കി എത്ര പഴകിയ രോഗങ്ങളും കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതായത് ഷുഗറായാലും പ്രഷറായാലും തട്ടുമുട്ട് കേടുകളായാലും ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങളായാലും അദ്ദേഹം നാടി നോക്കി ചികിത്സിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ചെറിയ വയസ്സിൽ നടന്ന് അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് എനിക്കും ഇങ്ങനെ അദ്ദേഹത്തെ പോലെ ആവണമെന്നൊരു തോന്നലുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് +2 കഴിഞ്ഞതിന് ശേഷം BSMS കോഴ്സ് പൂർത്തിയാക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ ഇവിടെ ഹോസ്പിറ്റലിൽ ചുമതലയേൽക്കുകയും ചെയ്യാനും ഉണ്ടായത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഷുഗർ ഒരു 400 അടുപ്പിച്ചുണ്ടായിരുന്നു. 13 ദിവസം മരുന്ന് കഴിച്ചപ്പം 400 എന്നുള്ളത് ഒരു 271 മാറി. എൻ്റെ ഭാര്യയ്ക്ക് 300-ലധികം ഉണ്ടായിരുന്നു ഷുഗർ. അതിപ്പോൾ നോർമലായി കംപ്ലീറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് നാടി പിടിച്ച് നോക്കിയിട്ടാണ് അസുഖ വിവരം പറയും. നമ്മുടെ ഇങ്ങോട്ട് തന്നെ പറയും. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ കൊണ്ടുവന്ന് നാടി പിടിച്ച് നോക്കിയിട്ട് ആ വേദനയുള്ള ഭാഗം കൃത്യമായിട്ട് അദ്ദേഹം തൊട്ട് കാണിച്ചു കൊടുത്തു. എനിക്ക് സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്കിന്നിൽ അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് ആശുപത്രികളിലൊക്കെ പോയതാണ്, അവിടെ ഒന്നും ശരിയായില്ല. അങ്ങനെ ഇവിടുത്തെ മരുന്ന് കഴിച്ച ശേഷം മാറ്റങ്ങളുണ്ട്. ഞാനിവിടെ ചികിത്സ തുടങ്ങിയിട്ട് 5-6 മാസമായി. എനിക്ക് 3 മാസം കഴിച്ചപ്പോഴത്തേന് നല്ല സുഖമുണ്ട്. സാർ, എനിക്ക് ഒരു സൈഡ് നട്ടൽ വേദനയായിരുന്നു. നട്ടൽ കൊണ്ട് എടുക്കാൻ പറ്റും, അതിങ്ങനെ കിടപ്പിലായിരുന്നു. ഡോക്ടർ നാഡി ചികിത്സയിലൂടെ 22 ദിവസത്തെ മെഡിസിൻ കഴിച്ച് കഷായിട്ടാണ് കുടിച്ചത്, കിടപ്പിലായിരുന്നു. പക്ഷേ ഇപ്പം നന്നാ പൂർണ്ണമായിട്ട് ഞാൻ നടക്കണം. ഇന്നവരെ എനിക്ക് നടുവേന വന്നിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.